എന്റെ കൊച്ചുമോളിയും വലിച്ച് വെള്ളത്തിൽ പോവുക. ഞാൻ എവിടേക്കാ പോണേ എനിക്ക് ഓർമ്മല്ല. ഞാൻ നീന്തി വന്നു, കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണടത്ത് എത്തട്ടെ പറഞ്ഞ് നീന്തി അങ്ങനെ കേറി ഇങ്ങനെ പോകുന്നുണ്ട്. പോയപ്പോ അവിടെ ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ മിണ്ടാതെ ചെവിയാട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത്. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ, എന്നെ ഒന്നും ചെയ്യരുത് എന്നെ എന്റെ കുട്ടിനെയും പറഞ്ഞിട്ട് ആനിങ്ങനെ നോക്കി രണ്ട് കണ്ണുകൂടി ഇങ്ങനെ വെള്ളം വരിക. എൻ്റെ ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും കിടന്നു. മഴ, പെരും മഴ. രാത്രി 1:30 സംഭവിച്ചിട്ട് 6 മണി വരെ രാവിലെ ആ മരത്തിന്റെ താഴെ ഞങ്ങൾ കിടന്നു. ഞങ്ങൾ അടുത്തുനിന്ന് മാറിയിട്ടില്ല. ആന അവിടെ തന്നെ നിൽക്കുക, ഒരു ശല്യം ചെയ്തിട്ടില്ല, ഒന്നും അത് തിന്നിട്ടില്ല. അത് പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണീര് വിട്ടിട്ട് ഞങ്ങളടുത്ത് തന്നെ നിന്നു. മുണ്ടക്കയിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ നടുക്കുന്ന കഥയാണ് സുജാതയുടേത്. എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പുറം ഇപ്പുറം ഒക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു. ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടതും വലിയൊരു കൊമ്പന്റെ അടുത്താ ആന. ആനനോട് പറഞ്ഞു ഞങ്ങള് വലിയ ദുരിതത്തിൽ നിന്നാ വരുന്നേ, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന 2 കണ്ണൊന്നും വെള്ളം ഒഴുക. അതിന്റെ കാലും ചോട്ടിൽ നേരം വെളുക്കുന്നവരെ കിടന്നു. ഞങ്ങള് ആരുമില്ല, നാടില്ല, വീടില്ല, ആൾക്കാരില്ല. ഞങ്ങള് നാട്ടില് വേദനകൾ പറഞ്ഞ് സഹായിച്ചവരാരുമില്ല. എല്ലാവരും പോയി മണ്ണിന്റെ ഉള്ളിൽ.